T20 News. നമസ്കാരം, ബ്രില്യൻ എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് 2024 ഓൾ ഇന്ത്യ റീഫണ്ട് നടപടികൾ ആരംഭിച്ചു. സയൻസ് വിഷയങ്ങളിൽ ബിരുദ പഠനത്തിനും ഉപരിപഠനത്തിനുമായി നിരവധി പ്രവേശന പരീക്ഷകൾ. ജെഇഇ മെയിൻ രണ്ടാം സെഷൻ ആപ്ലിക്കേഷൻ ഇന്നു മുതൽ. കുസാറ്റ് എൻട്രൻസ് എക്സാം മെയ് ആദ്യം. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരിയിൽ. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് മെഡിക്കൽ കോളേജുകൾക്ക് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ഫീസ് അടച്ച് അപേക്ഷിച്ചവർക്ക് റീഫണ്ട് തുക അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു തുടങ്ങി. അഡ്മിഷൻ ലഭിച്ചവർക്കും ഒരു അഡ്മിഷൻ പോലും ലഭിക്കാത്തവർക്കുമാണ് റീഫണ്ട് ലഭിക്കുന്നത്. 2, 3, 4 റൗണ്ടുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് എടുക്കാത്തവർക്ക് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ഗവൺമെന്റ് മേഖലയിൽ 10,000 രൂപ ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിന് 5,000 രൂപയും ഡീംഡ് കോളേജുകൾക്ക് 2 ലക്ഷം രൂപയുമാണ് കുട്ടികൾ അടച്ചിരുന്നത്. ഈ തുക ഓട്ടോമാറ്റിക്കായി റീഫണ്ടായി ലഭിക്കും. കുട്ടികൾക്ക് ഇതിനായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. സയൻസ് വിഷയങ്ങളിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നത്തെ ബുള്ളറ്റിനിൽ അടുത്തതായി. റിപ്പോർട്ട് കാണാം. അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിൽ നിന്ന് അംഗീകാരമുള്ള ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ് ബാംഗ്ലൂർ IISc. ദേശീയ തലത്തിൽ നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നവർക്കാണ് 4 വർഷ BS റിസർച്ച് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുക. ജെഇഇ മെയിൻ, ജെഇഇ അഡ്വാൻസ്, നീറ്റ്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ റാങ്കാണ് മാനദണ്ഡം. ഏപ്രിൽ മാസത്തിൽ iisc.ac.in/admissions എന്ന വെബ്സൈറ്റ് വഴി ഗവേഷണത്തിൽ തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. മറ്റൊരു പ്രധാന സ്ഥാപനമാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച്. ബർഹാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി എന്നിവിടങ്ങളിലാണ് ഈ സ്ഥാപനമുള്ളത്. 2 രീതിയിൽ ഇവിടെ പ്രവേശനം നേടാം. ഐസർ സ്വന്തമായി നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് പ്രവേശന പരീക്ഷയിലൂടെയാണ് പ്രവേശനം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വിഷയങ്ങളാണ് ഉണ്ടാവുക. വെബ്സൈറ്റ് iser.admissions.in. നൈസർ ഭുവനേശ്വറിലെയും മുംബൈയിലെയും ക്യാമ്പസുകളിൽ ബേസിക് സയൻസിലെ 5 വർഷം ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിന് നാഷണൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് ആണ് എഴുതേണ്ടത്. വെബ്സൈറ്റ് nestexam.in. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനം CUET UG എൻട്രൻസ് എക്സാം വഴിയാണ്. exams.nta.ac.in/CUET എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിച്ച് മെയ് മാസത്തിൽ നടക്കുന്ന ഓൺലൈൻ പരീക്ഷയുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 29ഓളം സബ്ജക്റ്റുകളിലാണ് ബിരുദ പഠനം സാധ്യമാവുക. ബിറ്റ്സാറ്റ്, UPST, ISI, NCERT, കുസാറ്റ് യൂണിവേഴ്സിറ്റി CAT, ജെഇഇ മെയിൻ, ജെഇഇ അഡ്വാൻസ് എന്നീ പ്രവേശന പരീക്ഷകളിലൂടെയും സയൻസ് ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും സാധ്യതകൾ കണ്ടെത്താം. NIT, IIIT പ്രവേശനവും ജെഇഇ അഡ്വാൻസ്ഡ് യോഗ്യതയും തീരുമാനിക്കുന്ന ജെഇഇ മെയിനിന്റെ 2ാമത്തെ സെഷൻ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്നു മുതൽ ഫെബ്രുവരി 24 വരെ അപ്ലൈ ചെയ്യാം. ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾ അതേ അപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ 2ാമത്തെ സെഷനും അപേക്ഷിക്കണം. എന്നാൽ ആദ്യ സെഷൻ അപേക്ഷ സമർപ്പിക്കാത്തവർ പുതിയതായി jei.main.nta.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. കുസാറ്റ് ബിടെക് എൻട്രൻസ് എക്സാമായ CAT എക്സാം മെയ് ആദ്യം ഓൺലൈനായി നടത്തും. അപേക്ഷ admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഈ ആഴ്ച ആരംഭിക്കും. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനത്തിനും ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾക്കുമാണ് CAT 2025 ഓൺലൈൻ എൻട്രൻസ് എക്സാമിന്റെ റാങ്ക് ഉപയോഗിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിലെ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് അപേക്ഷിച്ചവർ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ജൂണിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയാണ് എഴുതേണ്ടത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.